ചിരിക്കപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്റെ ബാഗില് ചോക്ലേറ്റ് ഉണ്ട്, അതെടുത്തേ. എന്റെ ബാഗില്. ഒന്ന് എനിക്കിതാ. താങ്ക് യു. ബൈ ബൈ. ബൈ. കേരളോ അപ്പോ നാളെ ഞായറാഴ്ച ഓർമ്മയുണ്ടല്ലോ. നാളെ സൗദൂന് കംപ്ലീറ്റ് റെസ്റ്റ്. നീ അങ്ങോട്ടെങ്ങാനും വന്നാളുണ്ടല്ലോ. നാളെ ഞാനും അപ്പുക്കുട്ടനും കൂടാണ് അടുക്കള അഭ്യാസം. തനിക്ക് യാതൊരു വൃത്തിയില്ലല്ലോ സാറേ. എന്ത് പറ്റി? ഒരാഴ്ചയായ അണ്ടർവെയർ ഉൾപ്പെടെയുള്ള എല്ലാ തുണികളും തന്റെ മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരിക്കായിരുന്നു. പാവം പ്രിയക്കുട്ടി എല്ലാം എടുത്ത് കഴുകി, കണ്ടില്ലേ? എന്നിട്ട് 2 തടിയന്മാരും കൂടെ എന്നെ അടുക്കളയിൽ കയറ്റാതെ ഒറ്റപ്പെടുത്തിയല്ലേ? ഈ ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ 2 പേരുകളുണ്ട്. ഒന്ന് വേലക്കാരി, 2 ഭാര്യ. ഇതിലേതാ താൻ? ഞാൻ തന്റെ ഭാര്യയോ? അയ്യടാ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരു മോനെ. ഒരു അമിതാഭച്ചൻ വന്നിരിക്കുന്നു, കണ്ടേച്ചാലും മതി. ഒന്ന് വേലക്കാരി, 2 ഭാര്യ. ഇതിലേതാ താൻ? അപ്പോ അപ്പോ താൻ എങ്ങനെ അകത്തു വന്നു? ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോഴാണ് വീട്ടിന്റെ താക്കോൽ എന്റെ കയ്യിലാന്ന് ഓർത്തത്. കുറെ നേരം പുറത്തിരുന്നു. പിന്നെ ബോറടിച്ചപ്പോ ബാക്കിലെ ടെറസ് വഴി അകത്ത് കയറി. പക്ഷെ ഒരു നഷ്ടം സംഭവിച്ചു. എന്റെ ഈ നല്ല സ്റ്റോൺ വാഷിന്റെ തയ്യൽ വിട്ടുപോയി. പ്രിയ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരോ? അയ്യേ പ്രിയേ, ഇത് കണ്ടോ അമ്മേ? ഞാൻ വന്ന് കയറിയപ്പോ അപ്പന്റെ മുറിന്ന് ശബ്ദം കേട്ടു. ചെന്ന് നോക്കിയപ്പോ പുള്ളി ബാത്റൂമിലാ. ചോദിച്ചപ്പോ ടെറസ് വഴി അകത്ത് കയറിയെന്ന്. പാന്റിന്റെ ഒരു അവസ്ഥ കണ്ടോ? പ്രിയ പോയോ അമ്മേ? അവളിന്ന് നേരത്തെ പോയി. അങ്കിളോ? ഇവിടെ ഉണ്ടായിരുന്നു, പേപ്പർ വായിക്കാൻ തോന്നുന്നു. അമ്മയ്ക്ക് ഓഫീസില്ലേ? ഞാനിന്ന് ലീവ് എടുത്തു. അമ്മ കഴിച്ചോ? അങ്കിളും കൂടെ വരട്ടെ. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് അപ്പോ? നടക്കുന്നു. നിങ്ങളുടെ ഹോസ്റ്റൽ സിംഗിൾ റൂമാണോ ഡബിൾ റൂമാണോ? രണ്ടും ഉണ്ട്. സൗകര്യമൊക്കെ ഉണ്ടോ? പിന്നെ നല്ല സൗകര്യമുണ്ട്. ഇവിടെ താമസിച്ച് പഠിക്കുന്നതിനേക്കാൾ അപ്പോഴും സൗകര്യം ഹോസ്റ്റലിലായിരിക്കും അല്ലേ? എനിക്കിവിടെ സൗകര്യക്കുറവൊന്നുമില്ല. അതുമല്ല, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്റെ അഭിപ്രായം അപ്പോ ഹോസ്റ്റലിലേക്ക് മാറണമെന്നാണ്.
അതായിരിക്കും അപ്പുവിന്റെ പഠിത്തത്തിനും നല്ലത്. നമ്മളെല്ലാം ആലോചിക്കണമല്ലോ. മോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പു ഇവിടെ താമസിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ല, ഇപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. എങ്കിലും അങ്കിളും ഞാനും ഓഫീസിൽ പോകുന്നവരാ. പ്രിയയാണെങ്കിൽ യാതൊരു വാലും ചേലുമില്ലാത്ത രീതിയിലാണ്. വെറുതെ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കണോ? ഞാനത് അറിഞ്ഞിരുന്നില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാം. ഇന്ന് തന്നെ മാറാം. ധൃതിയൊന്നുമില്ല, റൂം കിട്ടിയിട്ട് മതി. അല്ല, റൂം കിട്ടും. ഞാൻ ഒരു ദോശ കൂടി. വേണ്ട. അപ്പോ നീ എങ്ങോട്ട് പോന്നു? ഞാനിങ്ങനെ പറയാൻ മറന്നുപോയി. തോമാച്ചന്റെ കൂടെ പേയിങ് ഗസ്റ്റായി ഹോസ്റ്റലിൽ പോട്ടെ. ചത്തുപോയേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നല്ലോ. തോമാച്ച, എനിക്കിവിടെ ഒരു മുറി കിട്ടുമോ? ഹോസ്റ്റലിലോ? ഒരു രക്ഷയില്ല പൂ. ലിമിറ്റഡ് റൂംസ് അല്ലേ ഉള്ളൂ ഇവിടെ. എന്തു പറ്റി? എന്താ പെട്ടെന്നൊരു അത്യാവശ്യം? പെട്ടെന്ന് മാറേണ്ടി വന്നു. ഇവിടെ വല്ലവരുടെയും കൂടെ പേയിങ് ഗസ്റ്റായി താമസിക്കാൻ പറ്റുമോ? എങ്ങനെ പേയിങ് ഗസ്റ്റ് ആയിട്ട്? അതായത് കാശ് തന്ന് താമസിക്കുന്ന അതിഥി. നല്ല ആശയം, കൊള്ളാം. അങ്ങനെ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാനാണെങ്കിൽ എന്തിനാ പോ നീ വല്ലവരും കൂടെ താമസിക്കുന്നത്? ദരിദ്രകുചനായ എന്റെ കൊച്ചുമുറി ഞാൻ അങ്ങേ ഏൽപ്പിക്കാണ്. ഈ മുറിയിൽ എവിടുന്ന് താമസിച്ച് ഇതിനെ സമ്പന്നമാക്കിയാലും. കൃഷ്ണ, ഭക്തവത്സര, ദ്വാരകാനാഥ, വാ ഇരിക്കും. ഈ പേയിങ് ഗസ്റ്റ് എന്നുള്ള ഏർപ്പാട് ഇവിടെ ആർക്കും അറിയില്ല, അറിയുകയും വേണ്ട. കട്ടിൽ നീ എടുത്തു, ഞാൻ തറയിൽ കിടന്നോളാം. നിന്റെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ. നീ ഊണ് കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഊണ് കഴിക്കുകയുള്ളൂ. നീ ഉറങ്ങിയതിന് ശേഷം മാത്രമേ ഈ ഉള്ളവൻ ഉറങ്ങുകയുള്ളൂ. ആമേൻ. കാശ് മുടങ്ങാൻ കൊടുക്കണേ എന്റെ പന്നച്ച. ഞാനിവിടെ കാശ് മുടക്കില്ലാത്ത വീട്ടുകാരനായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞോളാം. രക്ഷകൻ എത്തിയല്ലോ.